ഭ്രാന്തനായിട്ടും വേണ്ട. നന്നായി ഗോപി, ഞാനും എന്തും കുട്ടികളും ഇവിടെ അങ്ങോട്ടെങ്കിലും പോയിക്കോളാം. അല്ലെങ്കിൽ എല്ലാവരും കൂടി ചേർന്ന് തന്നെ ശ്രീധരമാമയുടെ മുറിയിൽ ചങ്ങലക്കിട്ട് പൂട്ടും. നമുക്ക് ഏറ്റവും ടോപ്പസ്റ്റ് സെന്റിമെന്റ്സിലേക്ക് പോയിരിക്കുന്ന പടങ്ങളെ ഷോർട്ട് ചെയ്തിട്ടാണ് ഞാനൊരു 25 പടം എടുത്തിരിക്കുന്നത്. അച്ചോ, എനിക്കൊന്ന് കുമ്പസരിക്കണം. ഒരു തുള്ളി ഞാൻ കുടിച്ചിട്ടില്ല. നേരെ വെളുക്കം കാത്ത ഞാൻ ചങ്കു കൊട്ടി ചത്തു. പുളിയിലക്കരയോലും പുടവ ചുറ്റേ കുളിർ ചന്ദനത്തോടു കുറിച്ചാർത്തി. ഗോവ, നീ എന്നെ തല്ലേ കൊല്ലേ എന്ത് വേണമെങ്കിലും ചെയ്യും. പക്ഷെ ആരൊക്കെ പറഞ്ഞാലും നീ മാത്രം പറയും, ഒരിക്കലും പറയരുത് ഗോപ, ഞാൻ എൻ്റെ മോനെ സ്നേഹിച്ചിട്ടില്ല. ഏതമൃതും തോൽക്കുമി തേനിനെ നീ തന്നു പോയി, ഓർമ്മകൾ തൻ പൊയ്കയിൽ മഞ്ഞു തുള്ളിയാ. വോയിസ് ചെയ്തുകൊണ്ടിരുന്നിട്ട് ഒരു ബ്രേക്ക് പോലും ഇല്ലാതെ ആർക്കും ഇല്ലാത്തൊരു വലിയ അറിവുണ്ട് എനിക്ക് ശ്രുതി അറിയില്ല. പവിഴം പോൽ പവിഴാതരം പോ പനിനീർ പൊന്മുകുളം പോ. हाय, दिस इज अक्षय कुमार. मैं अक्षय कुमार बात कर रहा हूँ. रजनीश भाई, आपका जो इंटरव्यू है. മൂന്നാമത്തെ എട്ടിൽ ചോദിച്ചപ്പോൾ അടിയും ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ പ്രൊഡ്യൂസർ സീറ്റിൽ ഇരുന്നപ്പോൾ ജ്യൂസ് കൊണ്ടുവന്നത് രണ്ടും ഫീൽ ചെയ്യാൻ പറ്റി. ഇന്നാൾക്ക് ഇന്ന ഫുഡ് അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ ജ്യൂസ് ഇരുന്ന് കുടിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത് അവരുണ്ട്. ഡയലോഗ്സ് വളരെ കുറവാണ്. 2 പേജ് ത്രൂ ഔട്ട് പടത്തിലുള്ളൂ ഡയലോഗ്സ്. ബാക്കിയൊക്കെ മൈന്യൂട്ട് ആക്ടിങ്ങിലൂടെയും നോട്ടത്തിലൂടെയും അതൊക്കെയാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. നമ്മളിപ്പം ഡയലോഗ് ഇല്ലാണ്ട് ഒരാളെ നിൽക്കുക എന്ന് പറയുന്നതിനാണല്ലോ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ളത്. ഒരു ഇന്റർവെല്ലിന് ശേഷം പിന്നെ ഫൈറ്റ് മാത്രമേ ഉള്ളൂ. ലീച്ച് സിനിമയെ കുറിച്ച് പറയേണ്ടതുണ്ട്. അപ്പോൾ നിസാം കാലിക്കറ്റ് ഉണ്ട്, അതേപോലെ നിസാമിന്റെ സുഹൃത്തും ഈ സിനിമയുടെ പ്രൊഡ്യൂസർ കൂടിയായിട്ടുള്ള അനൂപ് രത്നയും നമ്മുടെ കൂടെ ഉണ്ട്. അനൂപേ, ഇത് പറയുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് നിസാമിന്റെ അടുത്ത്. കട്ടതും കേട്ടതും കുറച്ചൊന്ന് പറഞ്ഞിട്ട് നമുക്ക് ലീച്ചിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം. പാട്ടിനോടുള്ള ഇഷ്ടം, ഒരു 10-14 ലാംഗ്വേജ് പാടും, ബംഗാളി, പഷ്തു, കന്നഡ ഒക്കെ ആയിട്ട്. അപ്പം അങ്ങനെ കുറേ സെർച്ചിന്റെ ഭാഗമായിട്ട് കുറേ പാട്ടുകൾ കിട്ടും. ഈ പാട്ട് മറ്റേ പാട്ടാണല്ലോ, ആ പാട്ട് ഈ പാട്ടാണല്ലോ, അങ്ങനെ തോന്നിയപ്പോഴാണ് ഈ ഒരു സംഭവം തോന്നിയത്. കട്ടതും ഒറിജിനലും നമ്മൾ കേട്ടതും നമ്മൾ കേൾക്കാത്തതും എന്നുള്ളൊരു സാധനം വെച്ചിട്ട് അങ്ങനെ ചെയ്തത്. മുഹമ്മദ് റാഫി സാഹിബിന്റെ തന്നെ ഇപ്പോൾ ഒരു പാട്ട്, कौन है जो सपनों में आया, कौन है जो दिल में समाया, लो जो गया समा भी या मेरे संग आए ओ पिया. അത് തന്നെ പഴയതല്ലേ, നമ്മൾ ചിന്തിക്കുമോ? Who makes my heart beats like thunder, who makes my temperature rise, who makes me tremble with wonderful rapture, with one burning head control rise. Margarita. രാജാ സാറിൻ്റെ ഒരു പാട്ട്, കനവ് കാണും വാഴ്ക്കയാവും കറന്നു പോകും കോലങ്ങൾ. അത് കളറാ, ഞാൻ നോക്കിയപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇരിക്കുന്നത്. അപ്പനെ വാദേ പ്യാർ വഫാ സബ്, അങ്ങനെ തന്നെ ആൾ ഇരിക്കുന്നത് ഒരു ഓലക്കൊട്ടി. അപ്പോൾ ഫുള്ള് പാടുന്നത് സെയിം. ഞാൻ അതായത് എടുത്തിരിക്കുന്നത് മുഴുവനും ടോട്ടലി എടുത്തിട്ടുള്ള പാട്ടുകളാണ്. ഒരു വരി 2 വരി ഒന്നുമില്ല, മൊത്തത്തിൽ എടുത്തിട്ടുള്ള പാട്ടുകളാട്ടോ. റസൂലേ നിൻ കനിവാലേ, റസൂലേ റസൂലേ നിൻ വരവാലേ, പാരാകെ പാടുകയായി വന്നല്ലോ റബ്ബിൻ ദൂതർ. റസൂലേ നിൻ വരവാലേ, റസൂലേ നിൻ കനിവാലേ. ഔവാഫി ഖാനി തഗയ്യർ, ഔവാഫി 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 ഷാനി തഖബ്ദർ, ഔവാഫി ഔവാഫി من كون ثاني أوافي نار أوافي شان تغير أوافي شان تغبر أوافي 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 شان تغير. എന്നെ ചെയ്ത പാട്ടാണ്. ഓർക്കസ്ട്രേഷൻ അടക്കാം. പക്ഷെ എനിക്ക് ശത്രുക്കൾ കൂടെ അടിയുണ്ടാക്കാം. പക്ഷെ നമ്മൾ നോട്ടീസ് ചെയ്യുമ്പോൾ പറയാതിരിക്കാം. അല്ല, വേറെ കാര്യം ഉണ്ട് ഏട്ടാ, ഇത് ഞാൻ കണ്ടുപിടിച്ചൊന്നുമല്ല, ഇതെല്ലാം യൂട്യൂബിലുണ്ട്. ഞാനതിനെ കണക്ട് ചെയ്ത് കോർഡിനേറ്റ് ചെയ്തേ ഉള്ളൂ. എല്ലാം യൂട്യൂബ് കിടപ്പുണ്ട്. ഹവാ ഹവാ, എത്ര പഴയ പാട്ടാ അല്ലേ? ഹവാ ഹവാ യേ ഹവാ ഖുശ്ബൂ ലുട്ടാത്തെ, ഹവാർ ഹവാർ ഓ ഹവാർ യാ റോമിയായ, ഹവാർ ഹവാർ ഓ ഹവാർ യാ റോമിയായ, ഇന്ദൽ അസീസിയോൻ കുസൂറക ബിസാര, ദിൽ കസറാ കശാം കുസൂദക നദാര, യാ റോമിയായ ദിൽദാർ റോമിയായ.
ഞാൻ ഇപ്പം എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരുപാട് പറയാൻ തുടങ്ങിയാൽ ഒരുപാടുണ്ട്. കുറച്ചുകൂടെ ക്ലാസിക് കട്ടതും എടുത്തിട്ട് ചെയ്യുന്നേ ഉള്ളത്. ഇനി ഒരുപാടുണ്ട് എനിക്കറിയാം. അത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പറഞ്ഞു പോവാം. ലീച്ചിലേക്ക് നമുക്ക് വരാം. എങ്ങനെയാ ലീച്ച് സംഭവിക്കണേ? നമ്മൾ അടുത്ത സുഹൃത്തുക്കളാണ്, ദുബായിലാണ് നമ്മൾ, അവിടെ ഉള്ള ആൾക്കാരാണ്. നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ കഥകൾ എപ്പോഴും വൈകിട്ട് ഇരുന്ന് സിനിമയിൽ ആദ്യം എങ്ങനെ സിനിമയിൽ പോവാം, അഭിനയത്തിൽ ആരും വിളിക്കുന്നില്ല, അവസരങ്ങൾ ആരും തരുന്നില്ല. ഇതിൽ നായകനല്ലേ? ഇതിൽ നായകനാണ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ നാടകങ്ങളൊക്കെ ചെയ്യാറുണ്ട്. നാടകം മിമിക്രി, നമ്മൾ മിമിക്രി ട്രൂപ്പിനെ പറ്റി നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും. മാഡ് എന്ന് പറഞ്ഞിട്ട് മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ, അതെല്ലാം നമ്മൾ ഒരുമിച്ച് തന്നെ ഉണ്ട്. അപ്പോൾ മിമിക്രി അവിടെ സ്റ്റേജ് പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്, അതുപോലെ നാടകങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് കഥകൾ എഴുതിയിട്ടുണ്ടായിരുന്നു, ഓരോ ത്രെഡ്സ് ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ എന്നാൽ പിന്നെ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ട് പോവാം, സിദ്ദിഖ് ലാൽ സാർക്ക് വന്ന പോലെ, അല്ലെങ്കിൽ പിന്നെ ബിവിൻ ഉണ്ണികൃഷ്ണനൊക്കെ പോലെ നമുക്കൊരു ടീമായിട്ട് സിനിമയിലേക്ക് പോവാം. കാരണം നമുക്ക് പരിചയത്തിൽ ആദർശിക്ക, കോട്ടയം നസീർക്ക്, അങ്ങനെ കുറേ ആൾക്കാരെ അറിയാം. അപ്പോൾ അവരൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകാന്നുള്ളത് നമ്മൾ കഥകളിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഒരു പിന്നെ സിനിമ ഒരു കഥ ചർച്ച വരുന്നതും ഒരു ഡിസ്കഷൻ, ഒരു പുതിയ ടീമിനെ നമുക്ക് ചെയ്യാന്ന്, പിന്നെ ഒരു പ്രൊഡക്ഷൻ കമ്പനി എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ചിന്തിച്ചാലോ എന്ന് വിചാരിച്ചു. കാരണം അതിനൊരു വഴികാട്ടിയൊക്കെ നമ്മൾ പൃഥ്വിരാജൊക്കെ ഉണ്ടാക്കിയെടുത്തൊരു സ്വന്തം ഒരു സെറ്റപ്പ് ആക്കി എടുത്തിട്ട് നമുക്ക് തന്നെ ചെയ്യാം. പ്രൊജക്റ്റുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് നമ്മളെന്ന് അഭിനയിക്കണം എന്നല്ല, ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് തന്നെ ഒരു സിനിമ ഉണ്ടാക്കി എടുക്കാന്നുള്ള ചിന്തയിൽ വന്നു. അപ്പോൾ അത് നമ്മൾ അവിടെ ചിന്തിച്ചില്ല ആദ്യം. പക്ഷെ അത് സംസാരിച്ചു വന്നപ്പോൾ നമുക്കും കുറച്ച് ആൾക്കാർക്ക് അഭിനയിക്കാം, വേറെ ആർട്ടിസ്റ്റിനെ വെച്ച് ചെയ്യാമെന്നൊക്കെ തീരുമാനിച്ചു. പിന്നെ ഇദ്ദേഹത്തിനെ പോലത്തെ ഭയങ്കര കലാകാരനൊന്നും ഒരിക്കലും കേരളം മിസ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരാഗ്രഹം. അതിനെ പറഞ്ഞു അഭിനയത്തിൽ തന്നെ, കാരണം അത്രക്കും പാഷനായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നമ്മളെല്ലാ സുഹൃത്തുക്കളും അങ്ങനെ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ ഒരു പ്രൊഡക്ഷൻ കമ്പനി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ബുക്ക് ഓഫ് സിനിമ പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ബുക്ക് ഓഫ് സിനിമ, നല്ല പേര്. അതെ. അപ്പൊ അതിൽ ഓരോ പേജുകളും ഓരോ സിനിമകളായിട്ട് മാറ്റണം എന്നുള്ളൊരു ചാപ്റ്റർ, പേജ് 1, പേജ് 2, പേജ് 3 അങ്ങനെ ഓരോ സിനിമകളായിട്ട് വരട്ടെ എന്നുള്ള ചിന്തയിലൊക്കെ ഒരു സംഭവം നമ്മൾ തുടങ്ങി. അപ്പൊ അത് ഞാനും ഇദ്ദേഹം പിന്നെ നമ്മളിതിന്റെ ഡയറക്ടർ വേറെയാണ്. അപ്പൊ മൂന്നാളും കൂടി നമ്മളിങ്ങനെ ഒരു പടം പ്രൊജക്ടിനെ പറ്റി ആലോചിച്ചു. പുതുമുഖങ്ങളെ വെച്ച് ചെയ്യാമെന്നുള്ള ചെറിയൊരു ബഡ്ജറ്റിൽ നമുക്ക് ചെയ്യാന്നുള്ള പ്ലാനിൽ അത് ചിന്തിച്ചു. ബാസ്റ്റേഡ്സ് എന്നൊക്കെ പറഞ്ഞൊരു പേരിട്ടിട്ട് നമുക്ക് അതിനെ പറ്റിയിട്ടൊരു സംഭവം പ്ലാൻ ചെയ്തിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ കഥയിൽ പിന്നെ വേറൊരു ചേഞ്ചസ് വന്നു, വേറെ സബ്ജക്റ്റിലേക്ക് പോയി. അതിന് ഡിമാൻഡ് ചെയ്യുന്നത് ന്യൂ ഫേസസ് തന്നെയായിരുന്നു. അല്ലെങ്കിൽ അത് പിന്നെ എല്ലാവർക്കും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വന്ന് ചെയ്യുമ്പോൾ ആ കഥാപാത്രം അങ്ങനെ ആയിരിക്കും, ഇങ്ങനെയായിരിക്കും മുൻധാരണ പ്രേക്ഷകന് വരുന്നത് കൊണ്ട് അത് കൂടുതൽ ന്യൂ ഫേസസ് തന്നെ വരണമെന്ന്. പിന്നെ നമുക്കും അറിയാലോ ന്യൂ ഫേസസിന് എത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ട് സിനിമയിൽ വരാനും ഒക്കെ. നമ്മളെന്തായാലും മെനക്കിടുന്നുണ്ട്, നോക്കാം നമുക്കൊന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മളെ ഇൻവെസ്റ്റേഴ്സിനോടൊക്കെ സംസാരിച്ചപ്പോഴും അവരും ന്യൂ ഫേസസിന് കുഴപ്പമില്ല, നമുക്ക് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. കാരണം നമ്മളൊക്കെ എപ്പോഴും സിനിമ, ഞാനും ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റായിട്ടൊക്കെ സിനിമയിലൊക്കെ ചെറിയ ചെറിയ റോൾ ചെയ്തിട്ടുണ്ട്. പേടിത്തൊണ്ടെന്ന് നമ്മുടെ സിനിമയിലായിരുന്നു ഞാൻ സുരാജേട്ടൻ്റെ ഒരു സുഹൃത്തായിട്ടും മധുപാൽ സാറിൻ്റെ മകനൊക്കെ ആയിട്ടൊക്കെ അഭിനയിച്ചു. അപ്പോൾ അവിടുന്ന് മുതലല്ലേ എവിടെയായാലും നമ്മൾ പോകുമ്പോൾ നമ്മളെ തന്നെ കോസ്റ്റ്യൂംസ് നമ്മൾ കൊണ്ടുപോകണം, നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറയും, നോക്കും. കാരണം അത്തരത്തിലുള്ള സീൻസ് അല്ലേ ഉള്ളൂ, അപ്പോൾ അവിടെ നിർത്തിക്കാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ സിനിമയിൽ ഇങ്ങനെ നിന്നിട്ടുള്ളൂ, എവിടെയെങ്കിലും പോയിരിക്കുക, അവിടെ